ഹലോ ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ഫിഷ് ടാങ്ക് വൃത്തിയാക്കുന്ന ഒരു വീഡിയോ കിട്ടിയാണ് നിൽക്കുന്നത്. നമ്മൾ കുറേ നാളെ വീഡിയോകളൊക്കെ ഇട്ടിട്ട് ഇപ്പം ഇവിടെ ഒത്തിരി ഡിലേ എത്തിക്കാതെ വേഗം വീഡിയോയ്ക്ക് നടന്നേക്കാം. അപ്പം ഞാൻ വല എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ബക്കറ്റ് വെള്ളവും എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഫിഷ് ടാങ്കിനകത്ത് അതിൽ നിന്ന് കൂടി നമ്മൾ പൊയ്യാക്കിടണം. അപ്പം വല നമ്മൾ മാറ്റിയേക്കുക. ഇത് ഈ കോണക്ഷൻ ഒക്കെ ഡയറക്റ്റ് നമുക്ക് എടുത്ത് മാറ്റാം. Head or tails? Head or tails? Tails. Head. പോടാ. അപ്പം നമ്മളിത് ഊരി എടുക്കുകയാണ്. അപ്പം നമ്മുടെ ഇതിൻ്റെ റൂഫ് മാറ്റിയിട്ടുണ്ട്. ഈ ഇതിനകത്ത് നോക്കിയാൽ ഒന്നും പ്രത്യേകിച്ച് ചെളിയായിട്ടുള്ളവർ കാണത്തില്ല, പക്ഷേ വെള്ളം അപ്പടി ചീറ്റാണ്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പം ആദ്യമേ നമുക്ക് ഇതിനകത്ത് വെള്ളം ഡ്രെയിൻ ചെയ്യണം, അതിന് ഫിഷിനെ പിടിക്കണം. അപ്പം എടുക്കുക, ആദ്യത്തെ മീനെ പിടിക്കുക. നമുക്ക് ആദ്യമേ തന്നെ നമ്മളിപ്പോൾ ഈ പൈപ്പിനകത്തുള്ള മീനാണ് ഫസ്റ്റ് പിടിക്കുന്നത്. അതിനകത്തുള്ള മീനാണ് ചെറിയ കളവണ്ണായി ഫിഷ്. അപ്പം നേരെ പിടിച്ച് നമുക്ക് ഭക്ഷണത്തിലൂടെ പിടിച്ചിടാം. വടക്കെ തന്നെ പിടിച്ചിടാം. ഫസ്റ്റ് മീൻ അടുത്ത മറ്റു മീൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ അതിനെ പിടിച്ചേക്കാം. ഇത് മേടിച്ചപ്പോൾ 1 ഇഞ്ചും കൊണ്ട് ഇപ്പോൾ 2 ഇഞ്ച് ആയിരുന്നു. ഇത് എനിക്ക് കൈ പിടിച്ചത് നാളെ കാണിക്കാൻ പറ്റും, നോക്കാം. എന്നാ കാണിക്കാം. ക്യാമറ പിടിക്കാൻ പറഞ്ഞു. ഞങ്ങൾ എടുത്തിട്ടേക്കാം. ഓക്കെ, മീൻ്റെ റെഡി ആയിരിക്കും. ഇനി നമുക്ക് വെളിയിൽ പോയി പൈപ്പ് എടുത്ത് വരാം. അപ്പം വെളിക്കോ പിന്നെ ഈ മീനെ നമുക്ക് വെളിയിൽ തന്നെ വളർത്തണം. ഇതെടുത്തോണ്ട് വരാം. പൈപ്പ് എടുത്ത് നമുക്ക് അതിനകത്ത് കൊണ്ടിടാം. അപ്പം ഞാൻ സാധാരണ എല്ലാ പ്രശ്നം ഇങ്ങനെ വലിച്ചെടുക്കുകയാണ്. ഇപ്പോൾ വായിക്കാത്ത മുഴുവൻ ഇനി വെള്ളമാക്കി. അപ്പോൾ ഞാൻ പ്രശ്നം പുതിയ സ്റ്റാർട്ട് എടുക്കുകയാണ്. അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് പുറത്തോട്ട് കളയും. അപ്പം അതിനകത്ത് പോകുന്ന വെള്ളം അവിടെ ചെത്തി നീണ്ട് ആ വെള്ളം തിരിച്ച് വരുന്ന ഫോഴ്സ് ബാക്കി വെള്ളം പോകുന്നുള്ളൂ. ഇത് അടി പോയി മുട്ടിയായിരുന്നോ പൈപ്പ്?
നോക്കിയിട്ട് ക്യാമറ ആയിട്ടുണ്ട്. വെള്ളം ആദ്യം നമ്മൾ അവിടെ എത്തിയിട്ട് 2 സെക്കൻഡ് വെക്കണം. നേരെ അപ്പം നമ്മുടെ വെള്ളം ഇപ്പോൾ ക്ലിയർ ആയിട്ട് ഒഴുകുന്നുണ്ട്. അത് വെള്ളം ആക്സിഡൻ്റ് ആയിരുന്നു. ഇനിയിപ്പോൾ എൻ്റെ കാല് വെള്ളം ഇറങ്ങി. നല്ല വെയിലാണ്. ഇപ്പം 12 മണിയാകാറായി. അപ്പോൾ നേരെ അകത്ത് ചെന്ന് നോക്കാം. അതിൻ്റെ പൈപ്പും വലിയ സ്റ്റോൺസൊക്കെ ഒന്ന് മാറ്റണം. ഇത് വെള്ളം താഴുന്ന സമയം കൊണ്ട്. എന്നിട്ട് ഈ സ്റ്റോൺസ് എല്ലാം കഴുകണം. ചെറിയ സ്റ്റോൺസ്, വലിയ സ്റ്റോൺസൊക്കെ എല്ലാം തന്നെ കഴുകണം. അപ്പം നമുക്ക് നേരെ അകത്തേക്കല്ല. അപ്പം പൈപ്പ് ഇതിനകത്തിട്ടുണ്ട്. വെള്ളം താഴ്ന്നിട്ട് ന്യൂസിലായിട്ട് കാണാൻ പറ്റും. ഇപ്പം ഇത്രയും കുറഞ്ഞിട്ടുണ്ട്. അപ്പം അതെനിക്ക് ഏറ്റവും വലിയ കല്ല് മാറ്റാം. ഇതിന് മുമ്പ് എനിക്ക് ബക്കറ്റ് വെള്ളം വേണം. ഞാൻ സെക്കൻഡ് നമുക്ക് 2 ബക്കറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് പയ്യെ വലിയ കല്ലും പൈപ്പും എല്ലാം എടുത്ത് പുറത്ത് മാറ്റാം. അപ്പം കഴിഞ്ഞ ദിവസം ഇത് കടന്നാണ് ഇത്ര കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഈ മീനാണ് മാറ്റിയിട്ട് പോകും. ഇപ്പോൾ 3 ദിവസം കൊണ്ടായിട്ടുള്ളൂ. ഈ മീനാണെങ്കിൽ അവിടുത്തെ കുഞ്ഞ് സാധനമൊക്കെ ചുമ്മാ ഓരോന്ന് വെച്ച് ഇവിടെ കൊണ്ടിട്ടേക്ക് വരുന്നു. അതുകൊണ്ട് ഈ പൈപ്പും കറണ്ടല്ല ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാം കറക്റ്റാക്കി എടുക്കണം. ഈ മീൻ പിന്നെ പണിഷ്മെൻ്റാണ്, ജയിലാണ്. വലിയ കല്ലെടുത്ത് മാറ്റാം. ചെറിയ കല്ലും കക്കകളുമാണ്. അവസാനത്തെ സെറ്റ് വലിയ കക്കകളാണത്. ബാക്കിനകത്തെ ചെറിയ പോകുമ്പോൾ നമുക്ക് ക്ലീനൊക്കെ എടുക്കുള്ളൂ. നമുക്ക് ഇനിയുള്ള പൈപ്പുകളാണ് 3 എണ്ണം. വേറെ ജോയിൻ ചേർക്കാം. അപ്പം നമ്മൾ വലിയൊരു ഹാമർ ഏതായാലും കഴിയേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് നനച്ചെടുത്തേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ കഴുകണം നല്ലപോലെ 3-4 പ്രാവശ്യം. ഇതൊക്കെ എടുക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ പറ്റത്തില്ല. കുറേ നേരം എടുക്കും. അതുകൊണ്ട് ഞാൻ കപ്പ് എടുത്തിട്ടുണ്ട്. എൻ്റെ ആളല്ല, നമ്മുടെ ക്യാമറമാൻ എൻ്റെ ഐഡിയ ആണ്. ഞാൻ കുറണം. തലയിലാണ് വീട് എടുക്കുന്നത്. ഇപ്പം നമ്മുടെ ക്യാമറമാനാണ് ചെയ്യാൻ പോകുന്നത്. അതേ സമയം ഞാൻ ഒരു സഹായം വരുന്നത് ഞങ്ങളെ കൊണ്ടൊക്കെ കാണിക്കാം. ഗവൺമെൻറ്റിൽ നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വീഡിയോക്ക് കണ്ടിരുന്ന കുളം
ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ കുളം. അത് ഈ ഇവിടുത്തെ വെക്കേഷൻ ടൈമിൽ ഞങ്ങൾ വലിയൊക്കെ പക്ഷേ ഞാൻ വീഡിയോ എടുത്തപ്പോഴത്തേനും വീഡിയോയ്ക്ക് കുറേ ഹാങ്ങിങ് ഒക്കെ വന്ന കാരണം പിന്നെ എനിക്ക് ഇടാൻ പറ്റിയില്ല. അപ്പം ഇതിനകത്ത് ഇപ്പോൾ കുറേ വെറൈറ്റീസ് മീൻ കളപ്പുണ്ട്. നമ്മൾ കുറച്ച് ഫോറിനിൽ നിന്ന് കുറച്ച് ആഫ്രിക്കൻ സിക്കൽ പോലെ ഇരിക്കുന്ന കുറച്ച് മീനിൻ്റെ ഫോറിൻ വെർഷൻ ഇവിടെ നമ്മൾ പെറ്റ് സ്റ്റോർ വന്നപ്പോൾ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അത് ഭയങ്കര വലുതാണ്. എനിക്കൊരു കിടക്കാൻ മാത്രം ഉള്ളതുകൊണ്ട് നേരത്തെ ആണെങ്കിൽ അങ്ങോട്ട് 6 അടി, ഇങ്ങോട്ട് 6 അടിയല്ല, അങ്ങോട്ട് 5 അടി, ഇങ്ങോട്ട് 6 അടി ഉള്ളൂ. ഇപ്പം ഇങ്ങോട്ട് 6 അടി, അങ്ങോട്ട് 8 അടിയൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിപ്പം വെറൈറ്റീസ് നമ്മളെ ഗപ്പി കിടപ്പുണ്ട്. ഒരു ഗോൾഡനാണ് പോകുന്നത്. കുറേ ഒരു മീനുണ്ട്, ഒരു നീല കളറുള്ള മീനൊക്കെ ഉണ്ട്. ഈ ലീഫ് ഇത്ര വലിയ കാരണം പെട്ടെന്ന് ഐ ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ലാത്ത. അപ്പം നമുക്ക് അവരോട് നമ്മൾ ഇന്നത്തെ വീട്ടിലേക്ക് കിടക്കാം. ക്യാമറമാൻ്റെ എത്ര സ്കൂപ്പാണ്. അപ്പം വെള്ളം മുഴുവൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇത് മുഴുവൻ കോരി വെള്ളം പറ്റിക്കാനായിട്ട് തിരിച്ചു തരാം. അപ്പോൾ ഗായ്സ് നമ്മുടെ ക്യാമറ ചട്ടി ഇളക്കുകയാണ് മുഴുവൻ ക്ലീൻ ആക്കിയിട്ട്. ഇനി ഈ വെള്ളം എല്ലാം സോക്കപ്പ് ചെയ്ത് ഇനി ക്ലീൻ ആക്കി എടുക്കണം. ഗ്ലാസ്സൊക്കെ ഒന്ന് വാഷ് ചെയ്യണം. ഗ്ലാസ് വാഷിങ്ങും ഈ പ്രൊഫഷണൽ ആൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരെ ഇന്ത്യയിൽ ഇതൊക്കെ നമ്മൾ നേരെ ക്യാമറമാൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ക്യാമറമാൻ പിടിച്ചോളൂ. ഓക്കെ, അപ്പം ഈ ഇതെല്ലാം കൂടെ കഴുകണം. അപ്പം നമുക്ക് വെളിയിൽ പോവാം, കഴുകാം. അതിന് നമുക്കൊരു ചെറിയ ചെയർ അല്ലെങ്കിൽ സ്റ്റൂൾ എടുത്ത് തരണം. നമുക്ക് സ്റ്റൂൾ അപ്പം അപ്പം ഞാൻ ചോദിക്കാനാണുള്ളത്. വെളിയിൽ നീരൊക്കെ വന്നിട്ടുണ്ട്, നമുക്ക് എടുക്കാം. ചെരുപ്പ് എടീ, ചെരുപ്പാ അതുകൊണ്ടെത്താ. നമ്മളെ അനിയത്തിയാണ്. നമ്മുടെ ആദ്യത്തെ വീഡിയോക്ക് സൈഡിൽ നമ്മുടെ ഈ അതിൻ്റെ തന്നെ ഇൻട്രഡക്ഷൻ എടുത്ത് തന്നെ ഇവളുടെ തല കാണാമെന്നാണ്. അപ്പം ഇതെൻ്റെ അനിയത്തി. അപ്പം ചെരുപ്പ് മേടിക്കാൻ പുറത്തുള്ളതാണ്. ഞങ്ങൾക്ക് അകത്ത് ഒരു ബക്കറ്റ് എടുത്ത് വെളി വന്ന് കഴുകണം. അപ്പം കഴുകാം. ക്യാമറമാൻ പോയി ഒരു ഇതെടുത്തത്, ബക്കറ്റ്. ഇത് എന്നാ ഇത് കല്ലുകൾ. ഞാൻ ഇവിടെ നിന്നാണ് കഴിയാൻ പോകുന്നത്. ഞാൻ അപ്പുറത്തേക്ക് ഷൂട്ട് ചെയ്യും. എൻ്റെ തുടിയാണ് അറിയത്തില്ല. എല്ലാ ഭാഷ ഇവിടെ നിന്നാണ് കഴിക്കുന്നത്. അപ്പോൾ എല്ലാം കഴുകി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിനോട് ഒന്ന് വീടെടുക്കുമ്പോൾ കാണാം. ബിക്കോസ് ഞാൻ ഇത് ക്ലീനൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് ആദ്യം കുറേ വെള്ളം ഒഴിച്ച് വേണം. ഇവിടെ വരെ നിറയ്ക്കത്തുള്ളൂ. അതായത് ഇത് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പറ്റുന്ന കയ്യിൽ ഇഞ്ചുറിയാണ്. വേറെ ചില കക്കകൾ മൂർച്ചയുള്ളതുകൊണ്ട് ചെറുത്. ഇത് എത്ര വെള്ളമായിട്ടുണ്ട്. ഞാൻ കഴിയാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ഫസ്റ്റ് ടൈം ആയില്ലേ, നമുക്ക് 2 more times ചെയ്യണം. ഞാൻ കക്കയെല്ലാം സൈഡിലേക്ക് എടുത്ത് വെക്കുകയാണ്. ഈ കല്ലുകൾ അത്ര ഡസ്റ്റൊന്നും ഇല്ല. ടോപ്പ് ലെയർ കാണുന്ന കാരണം മറ്റേ
അടുത്ത ഒരു ബക്കറ്റിനുണ്ട്. ആ ബക്കറ്റിനകത്തുള്ളത് നീണ്ടോളാണ്. നമ്മൾ ക്യാമറ പുറകെ തന്നെ ഒരു ബക്കറ്റൊക്കെ ഇടുന്നുണ്ട്. ഓക്കെ, ഹലോ ഗായ്സ്, ഞങ്ങളുടെ കിളികളൊക്കെ ഒരു കുഞ്ഞുണ്ട് പുറത്തിറങ്ങിയേക്കുവാണ്. പുതിയ കിളി. നമ്മുടെ ആദ്യത്തെ ചെറിയ ബക്കറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത ബക്കറ്റ് ക്യാമറമാൻ ക്യാമറ അടുത്ത ബക്കറ്റ് എടുത്ത് വരും. ആദ്യത്തെ ബക്കറ്റ് കഴിഞ്ഞു. അടുത്തൊരു ചുമല ബക്കറ്റാണ്. ഇതിൻ്റെ കുറച്ച് വെള്ളമുണ്ട്. അപ്പം ഞാനത് മുഴുവൻ കഴുകി കഴിഞ്ഞിട്ട് വെൽക്കം ബാക്ക്. നമ്മൾ കഴുകി കഴിഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ബക്കറ്റ് കുറച്ചേ ഉള്ളൂ, അത് അടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇത് വൃത്തിയാക്കണം. നോക്കിയിട്ട് വരാം. നിങ്ങൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്പോഞ്ച് എടുക്കാൻ പോകുന്നത് പറഞ്ഞത് ചെറുതായിട്ട് സ്പോഞ്ച് ക്ലീൻ ആക്കി എടുത്തു. ഇത് പോകുന്നില്ല. ഇയാൾ പോകാനുള്ള വല്ലതും സ്പ്രേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചമ്മന്തിയോ സജസ്റ്റ് ചെയ്യണേ. അപ്പം അതൊക്കെ ബാക്കി സ്റ്റോൺസ് ഇടാം. ഞാൻ ക്ലീൻ ആക്കാൻ ഇവിടെ എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ ക്ലീൻ ആക്കാൻ ഇവിടെ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ രണ്ടുകൊണ്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അതിന് ആദ്യം ഈ ടാങ്ക് നേരെ വെക്കണം. ടാങ്ക് ഇതിന് പോലെ തെറ്റി കിടക്കും. ഇവൻ മുമ്പ് കയറി ഇതിന് കൂടെ കടത്തുമായിരുന്നു. അപ്പോൾ കറക്റ്റ് എടുത്തിട്ടുണ്ട് നമ്മൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി സ്റ്റോൺസ് എടുക്കാം. അപ്പോൾ ഞാൻ ക്ലീൻ ആക്കിയത് കല്ലുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഇതിൻ്റെ അകത്തേക്ക് ഇടാകുമ്പോൾ ആവശ്യപ്പെട്ട് കാണിക്കാൻ കുളത്തിൽ സർപ്രൈസ് ആയിട്ടിരിക്കണം.
മുഴുവനായിട്ടേക്കാം. സർപ്രൈസ് ഇനി വേണ്ട, നോക്കട്ടെ. ഇതിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ കാണിക്കാം. ഈ ബക്കറ്റ് മാത്രം നമ്മൾ ഒരു ബക്കറ്റ് ഇട്ടിട്ടുണ്ട്, ഒന്നും ആയിട്ടില്ല. അപ്പോൾ രണ്ടാമത്തെ ബക്കറ്റ് എടുത്തിട്ട് വരാം. രണ്ടാമത്തെ ബക്കറ്റ് ഞാൻ ക്ലീനാക്കി വെച്ചതൊന്നും ഇതുകൊണ്ട് സമയത്ത് തന്നെ നമ്മൾ കാണിച്ചായിരുന്നു. അമ്മ ഞങ്ങളുടെ കുറേ പേര് എൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ച് വെച്ചായിരുന്നു എൻ്റെ എന്തുകൊണ്ട് എടുത്താൽ നല്ല വീഡിയോ ഇടാത്ത ഷോർട്സ് ഇടാത്തതും എൻ്റെ കൈയാണെങ്കിൽ പൊട്ടിൽ കൊള്ളാറിനായിരുന്നു ഇല്ലാത്തത്. ഈ ബക്കറ്റ് കൊണ്ടുവന്നു. ഈ ബക്കറ്റൊക്കെ ഉണങ്ങിയേക്കല്ലേ, നമ്മൾ ദാരിനായിട്ടാണ്. മറ്റേ ഇവിടെ തന്നെ വെള്ളത്തിൻ്റെ കുറച്ച് വെള്ളത്തിലേക്കായിരുന്നു. എടുക്കത്തില്ല ഗൈസ്. നമ്മുടെ ഏറ്റവും ഏറ്റവും വന്നിട്ടാണ്. അപ്പം ഇത്ര ആയുടെ പ്രോസസ്. അപ്പം ഞാനാണെങ്കിൽ ഇത് ഫുൾ നിറച്ചിട്ട് കാണിക്കാം. അപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കി കൊടുക്കാം. ഞാൻ പെർഫെക്റ്റ് ആയിട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് വലിയ കല്ലുകൾ വെക്കാം. വലിയ കല്ലുകൾ നമ്മൾ പൈപ്പ് അതിന് നമുക്ക് ഡിസ്മാൻ ചെയ്യാം. നമുക്ക് ഏറ്റവും ചെറിയ അടിപൊളി ചട്ടി ഞങ്ങളാ രാവിലെയല്ലേ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ നമ്മൾ ഇവിടെ
അവസാനത്തെ കുറച്ച് റോക്സ്, സ്റ്റോൺ, ഓക്കെ. ഇനി കുറച്ച് ഷെൽസാണുള്ളത്. പക്ഷേ നമുക്ക് നേരെ ഏറ്റവും വലിയ നമുക്ക് ഇതിന് മുകളിലോട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞാൽ ഇനി പൈപ്പ്സ്. ഈ പൈപ്പ് നമ്മൾ നേരെ ഇവിടെ ഇങ്ങോട്ട് വെക്കുന്ന. പിന്നെ ഇത് നമ്മൾ ഇതിനുള്ളിലേക്ക് നമ്മളായിട്ടുണ്ട് ഓൾമോസ്റ്റ് ഈ സൈഡിലേക്ക് ഇട്ട് വെക്കുക. ഞാൻ 3 പൈപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് വെള്ളം ഫില്ല് ചെയ്യണം. അപ്പം ഞാൻ ടാപ്പ് കുത്തിക്കൂടെ എടുത്തുകൊണ്ട് വരാം. അതാണ് ഈ വാഷ്മി പൈപ്പാണ്. നമുക്കിപ്പോൾ ടാപ്പ് എത്ര ഇടാം. ക്യാമറമാൻ തിരിച്ചിരിക്കുകയാണ്. ഇത് ടാപ്പ് ഇട്ടുണ്ട്. നമുക്ക് ഓണാക്കാം. അപ്പം അകത്ത് വെള്ളം ഫില്ലാകാനുണ്ട്. നമുക്ക് ഇതെന്ന് പറയുന്നതിനൊക്കെ ആവുന്ന സമയം കൊണ്ട് നമ്മൾ ഫിഷസിനെ പോയി ചെക്കപ്പ് ചെയ്യാം. നമുക്ക് വെള്ളം ഫില്ലാതെ കാണാം. വെള്ളം എല്ലാം ഫില്ലാന്ന് ഉള്ളിൽ വെള്ളത്തിന് അടിയൊക്കെ വെക്കാം. കുറച്ച് മറക്കിയാണ്. ഗൈസ്, അപ്പം ഇത് നിറയാൻ ഒരു അരമണിക്കൂറിനാണ് എടുക്കും. അപ്പോൾ അരമണിക്കൂർ എടുക്കുക കാണാം. അപ്പോൾ നമ്മൾ ഇഷ്ടമാണ് വൃത്തിയാക്കിയിട്ടുണ്ട്. എനിക്ക് ചെറിയ പണി കിട്ടി. ദിവസം നോക്കി കാണാൻ പറ്റും. ദിവസം നമുക്ക് മുഴുവൻ നനഞ്ഞിരിക്കുകയാണ്. ഞാൻ അപ്പുറത്തെ വെള്ളം മുഴുവൻ നിറഞ്ഞ് തുളുവി മുഴുവൻ നിറഞ്ഞു. ഫുൾ വെള്ളം തുടച്ചെല്ലാം കഴിഞ്ഞ് സന്ധ്യ ആയിട്ടുണ്ട്. ഇതൊക്കെ ഫിഷിന് ഏതായാലും ആഡ് ചെയ്യാം. രാവിലെ മുതൽ ഇവിടെ ചില്ലിങ് ആണ്. ചില്ലിങ് അതുപോലെ അടുത്തോളം
ആ നിന്ന് ക്ലൗണിനെ പിടിച്ചിടാം. അവൻ്റെ കളർ എപ്പോഴാണ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയേ. വെള്ള കളറല്ലായിരുന്നു. നമുക്ക് അടുത്തത് നമ്മുടെ റെഡ്. ഇവനെ പിടിക്കാൻ ഒരു കുറേ നേരം എടുക്കും. ഇവൻ ഭയങ്കര ആക്റ്റീവാണ്. അവനെ ആടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ ആവാറാകുമ്പോഴാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇതൊക്കെ വെച്ച് എയറേറ്ററൊക്കെ വെച്ച് ഇതിനകത്ത് എയറേറ്ററൊക്കെ വെച്ച് ചെയ്യണം. അപ്പം ഇന്നത്തെ ഇവിടെ വെച്ച് ഇവിടെ വെച്ച് ചെയ്യാണ്. അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക. ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.